എല്ലാവരും സുഖമല്ലേ? ഇന്ന് ക്യാപ്സിക്കം ബേക്ക് ചെയ്തിട്ട് ഒരു ഡിഷ് കാണിച്ചു തരാം. യൂഷ്വലി ക്യാപ്സിക്കം നമ്മൾ കറിയിലും ഫ്രൈഡ് റൈസിലൊക്കെ ഇട്ടിട്ടല്ലേ ചെയ്യുന്നത്. ഇതിങ്ങനെ നമുക്ക് ഒരു ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടാക്കാം. വേണ്ടത് കുറച്ച് ഇറ്റാലിയൻ സ്പൈസസ് എടുത്തിട്ടുണ്ട്. അതിൽ ഓറിഗാനോ, തൈം, റോസ്മറി, പെപ്പർ അത്രയാണ് ഉള്ളത്. മിക്സ് ആയിട്ട് തന്നെ മേടിക്കാൻ കിട്ടിയതാണ്. അതൊന്നും ഇല്ലെങ്കിൽ കുറച്ച് അയമോദകം മാത്രം ഇട്ടാലും മതി. അയമോദകവും പെപ്പറും. പിന്നെ വേണ്ടത് ഗാർലിക് പൗഡറാണ്. ഗാർലിക് പൗഡർ ഇല്ലാത്തവർ പൊടിയായിട്ട് ഗാർലിക് അരിയുക, അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ട് ഇടുക. പിന്നെ വേണ്ടത് ഒരു വലിയ ബൗൾ നിറയെ ചീസ്. തക്കാളി എടുത്തിട്ടുണ്ട്, അത് 1-2 മതി, ചെറിയ തക്കാളി. പിന്നെ ഒരു വലിയ 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഒരു സവാള ഒരു അരക്കഷ്ണം പൊടിയായി അരിഞ്ഞത്. പിന്നെ ഗാർലിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഒരു പേരിന് ഒരു 2-3 അല്ലി ഇട്ടതാണ്. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്. ഈ ക്യാപ്സിക്കത്തിന് ഇങ്ങനെ നടുവിലൂടെ കീറിയെടുക്കാം. പിന്നെ തക്കാളി പൊടിയായി അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോരോ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കുഴച്ചെടുക്കാം. ഗ്രേറ്റഡ് ക്യാരറ്റ് ഇട്ടു, ചീസ് ഇട്ടു. ഈ സാധനങ്ങളൊക്കെ ബൈൻഡ് ചെയ്യുന്നത് ഈ ചീസാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മൊസറല്ലയും ചെഡറും മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്താൽ നന്നായിട്ടുണ്ടാവും. പിന്നെ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യാം. ഗാർലിക് പൗഡർ, പിന്നെ ഗാർലിക്ക്, ഉള്ളി ഒക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് ഈ ക്യാപ്സിക്കത്തിൽ ഫില്ല് ചെയ്യാം. ഇപ്പോൾ ഇത്രയും പോർഷൻ ആക്കിയപ്പോൾ ഈ 2 ക്യാപ്സിക്കത്തിലൊന്നല്ല, കുറേ ഒരു 4-5 ക്യാപ്സിക്കത്തിൽ കൊള്ളാനുള്ള ഫില്ലിംഗ് ഉണ്ട്. ഞാനത് ചെയ്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. വേണ്ടത് മാത്രം ഇപ്പോൾ എടുത്ത് ഫില്ല് ചെയ്യാണ്. നല്ല ടൈറ്റായിട്ട് പാക്ക് ചെയ്യാം. ഇതിപ്പോൾ നമുക്കൊരു ഡിന്നറിനൊക്കെ ആരെങ്കിലും വരുമ്പോൾ ഒക്കെ സ്റ്റാർട്ടറായിട്ട് സെർവ് ചെയ്യാനൊക്കെ പറ്റും. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ഫുൾ മീലായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ക്യാപ്സിക്കം ഒന്നും അധികം ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്ക്, നന്നായിട്ടുണ്ടാവും. ലാസ്റ്റ് നമുക്ക് കുറച്ച് ഓലിവ് ഓയിൽ അതിൻ്റെ മേലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ ഒരു 15 മിനിറ്റ്സ് ഒരു 80 ഡിഗ്രീസ് ടു 100 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ലാസ്റ്റ് അതായി കഴിയുമ്പം അതിൻ്റെ മേലെ കുറച്ചും കൂടെ ചീസ് ഇട്ടിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ആ ഹീറ്റിൽ തന്നെ അതങ്ങോട്ട് മെൽറ്റായി കിട്ടും. ട്രൈ ചെയ്ത് നോക്കും. വളരെ എളുപ്പത്തിൽ ഫില്ലിംഗ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. താങ്ക്സ് കേട്ടോ.